ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അരക്കിലോ ബീഫാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ബീഫെല്ലാം ദേ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാരിനേഷന് വേണ്ടി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദേ കുക്കറിലേക്ക് മാറ്റി അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള 3 സവാള, കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സവാളയും കൊച്ചുള്ളിയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ദേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി വരട്ടൽ പരിപാടിയാണ്. അപ്പോൾ കൊച്ചുള്ളിയെല്ലാം നമുക്ക് ആദ്യം വരട്ടിയെടുക്കാം. അപ്പോൾ കൊച്ചുള്ളിയെല്ലാം ദേ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടു. ഇതെല്ലാം നന്നായിട്ട് വരട്ടിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കൊച്ചുള്ളിയാണ് കുറച്ചും കൂടി ബീഫിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ തോനെ കൊച്ചുള്ളിയും കുറച്ച് സവാളയും മാത്രം ചേർത്താൽ മതി. അപ്പം ഇതെല്ലാം നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്കും, ഈ ഉള്ളിയുടെ മിക്സ് നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. കുക്കർ ദേ ഫിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച് മാറ്റി വെച്ചിരുന്ന ബീഫാണ്. ഇപ്പോൾ 8 ഫിസിലായി. 8 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മിക്സ് ഇല്ലേ, നമ്മുടെ ഉള്ളി മിക്സ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മല്ലിയിലയോ കറിവേപ്പിലയോ ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു വിസിലോ അല്ലെങ്കിൽ കുറച്ച് തിളയോ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫ് കറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.